ഇഫ്താർ വിരുന്നുകൾ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ. ദില്ലി KMCC ഒരുക്കിയ സൗഹൃദ സന്ദേശ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു ഇ.പി. ജയരാജൻ. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായത്. ദില്ലിയിലെ മിനാരങ്ങളിൽ ബാങ്കുലികൾ മുഴങ്ങിയപ്പോൾ ദില്ലി ഇന്ത്യൻ ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മാനവികത വിളിച്ചോതുന്ന ഇഫ്താർ വിരുന്നിന് സാക്ഷ്യം വഹിച്ചു. ദില്ലി KMCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് പങ്കെടുത്തത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ സൗഹൃദ വിരുന്നിന്റെ മുഖ്യാതിഥിയായി. എല്ലാത്തിനും അതീതമായുള്ള മനുഷ്യരുടെ കൂടിച്ചേരലുകൾ വലിയ സന്ദേശമാണ് നൽകുന്നതെന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞു. ജാതിമത ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാ സഹോദരങ്ങളും ഒത്തുചേർന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ച് ഒന്നിച്ച് സന്തോഷിച്ച് പിരിയുന്ന ഇത് നമ്മുടെ സമൂഹത്തിന് വലിയ സന്ദേശമാണ് നൽകുന്നത്. ഇഫ്താർ വിരുന്നുകൾ സൗഹൃദത്തിന്റെ സന്ദേശമാണ് ലോകമെങ്ങും വിളിച്ചോതുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ റമദാൻ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു. അകൽച്ചയുടെയും വിദ്വേഷത്തിൻ്റെയും പ്രചാരണങ്ങൾ അവിടെയോടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചേർന്നിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. വിശ്വാസങ്ങളും പ്രമാണങ്ങളുമൊക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ മനുഷ്യരെന്നുള്ള നിലക്ക് മാനുഷികമായിട്ടുള്ള ആ സാഹോദര്യത്തെ നമുക്ക് പങ്കുവെക്കുവാൻ തയ്യാറാകേണ്ടതുണ്ട്. രാജ്യസഭാ MP A റഹീമും ഇഫ്താർ വിരുന്നിൽ പങ്കാളിയായി. MP മാരായ E.T. മുഹമ്മദ് ബഷീർ, PV അബ്ദുൽ വഹാബ്, MP അബ്ദുസമദ് സമദാനി, ഹാരിസ് ബീരാൻ, ലീഗ് ദേശീയ സെക്രട്ടറി ഖുറം അനീസ് ഉമർ തുടങ്ങിയവരും ഇഫ്താർ വിരുന്നിന്റെ ഭാഗമായി. കൈരളി ന്യൂസ്, ദില്ലി.